മറ്റേ മീനൊക്കെ ചെറിയ ചെറിയ ശരിക്കത്തെ മീനൊക്കെ എന്ന് പറഞ്ഞാൽ വെട്ടിച്ച് പോകും. പൊലമ്പെട്ടിച്ചില്ല. ഞങ്ങളെ വലയിലൊന്നും കുടുങ്ങൂല, വല്ല ഞങ്ങളെ മുണ്ടിലൊന്നും കുടുങ്ങൂല. നേരക്ക് വേണ്ടത് പറഞ്ഞാൽ കൈതച്ചക്ക വരുമ്പോൾ കൈത പറഞ്ഞാൽ ഡോങ്കിയാണ്, ചക്കക്ക് ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ നേരക്ക് വേണ്ടത് ഡോങ്കി ജാക്ക് ഫ്രൂട്ട് എന്നല്ല വേണ്ടത്, കൈതച്ചക്കക്ക് ഇംഗ്ലീഷ്. എല്ലാവരും പറഞ്ഞ് ഷാറൂഖ് ഖാൻ്റെ ഷാഹിദ് കപൂറിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാറ്റ്. ഒന്നതിൻ്റെ മുടിൻ്റെ ഹെയറിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ, ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയുടെ കോലം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മൾ താടിയൊക്കെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ താടിയൊക്കെ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നതിൻ്റെ ഹെയറിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഡോണർ ഏരിയ പറഞ്ഞാൽ അതാണ് എൻ്റെ ഡോണർ ഏരിയ വരുന്നത്. അപ്പോൾ കടിക്ക് പോകണം. അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാറ്റ്. അപ്പോൾ താടിയൊക്കെ ഷേപ്പാക്കിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ് ഷാറൂഖ് ഖാൻ്റെ ഷാഹിദ് കപൂറിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഏത് ലുക്കാണെന്നൊക്കെ നിങ്ങൾ പറയും. അപ്പോൾ പോട്ടെ, കടി പോണേ. പിന്നെ ഇന്ന് ചെസ്റ്റിന് പ്രാക്ടീസ് ചെയ്യണം. ജിമ്മിൽ പോയിട്ട് ചെസ്റ്റിന് കളിക്കണം. അപ്പോൾ പിന്നെ ഇന്നലെ ഞങ്ങൾ സുറുക്കൊക്കെ ഉപ്പിലിട്ടിരുന്നു. സുറുക്കയിൽ ഇന്നലെ കാണിക്കാൻ മറന്ന് പറ്റ ടയർഡായി കണ്ടു റൂമിലേക്ക് വന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഉപ്പിലൊക്കെ ഇട്ടിരുന്നു. പൈനാപ്പിൾ എന്നാണ്ട് ഉപ്പിലിട്ടിരുന്നു. പൈനാപ്പിൾ എന്നാണ്ട് ഉപ്പിലിട്ട് നല്ല കിടുക്കാശ് എടുത്തുന്നു. തട്ടി ഒരു വേറെ ലെവൽ പൊളി. പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഡൗട്ടാണത്. അതായത് നമ്മൾ കൈതച്ചക്ക എന്നാണല്ലോ മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ അതിന് ഇംഗ്ലീഷ് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇങ്ങനെയല്ല വേണ്ടേ. കൈതക്ക് ഡോങ്കി എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞത്. അതുമാതിരി ചക്കക്ക് ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും. എന്തുകൊണ്ട് നമ്മൾ കൈതച്ചക്കനെ ഇംഗ്ലീഷിൽ പൈനാപ്പിൾ എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഡൗട്ടാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇംഗ്ലീഷ്, അതാണ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത പറഞ്ഞത്. നേരക്ക് വേണ്ടത് പറഞ്ഞാൽ കൈതച്ചക്ക വരുമ്പോൾ കൈത പറഞ്ഞാൽ ഡോങ്കിയാണ്, ചക്കക്ക് ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ നേരക്ക് വേണ്ടത് ഡോങ്കി ജാക്ക് ഫ്രൂട്ട് എന്നല്ല വേണ്ടത്, കൈതച്ചക്കക്ക് ഇംഗ്ലീഷ്. എന്തുകൊണ്ട് പൈനാപ്പിൾ എന്നിട്ട്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. യു ഷുഡ് ഹാവ് ടു ആൻസർ ഇറ്റ്. ഒരു ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശരി, ബൈ. പോട്ടെ. ബൈക്ക് ഉണ്ടോ അവിടെ? ബൈക്ക് ഉണ്ട്. എൻ്റെ ബൈക്ക് പോകുമ്പോൾ ഞാൻ ഓലെടുത്ത് പോയിട്ടുണ്ടോ? നോ വേ. ഒരു ബൈക്കായിട്ട് പോയിരുന്നു. അപ്പോൾ ഞാൻ പോട്ടെ, നടന്ന് പോകേണ്ടിയിരുന്നു. 4 ആളുണ്ട്. അപ്പോൾ 4 ആൾ ബൈക്കൊന്നും പോലല്ലോ. ഇവിടെ ജിമ്മിൽ ട്രെയിനർ ഇവിടുത്തെ ഇത് ഞങ്ങൾ പ്രൈവറ്റ് ജിമ്മാണ്. അതായത് ആരുമില്ല. ഇവിടെ ബാംഗ്ലൂർ എന്നെക്കാണ്ട് ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ വാങ്ങിയ ഒരു പ്രൈവറ്റ് ജിമ്മാണ്. ഞങ്ങൾ മാത്രമേ വർക്കൗട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരുക്കിയതാണ്. ഞങ്ങൾ കട അടിച്ചതിൻ്റെ ശേഷം ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞാനാണ് ഇവരെ ട്രെയിനർ പറഞ്ഞാൽ ഞാനാണ്. അപ്പോൾ ഞാനാണ് ഇവർക്കൊക്കെ പ്രാക്ടീസ്. കളിച്ചോ സത്യമ കളിച്ചു നോക്കിയാൽ സിമ്പിളാണ് പരിപാടി. ശിവ അങ്ങനെ സിമ്പിൾ പരിപാടിയാണ്. എന്ത് ചെയ്യാം, എടുത്ത് പോയി കളിച്ചു നോക്കിയാൽ കളി ഭയങ്കര മടി ചൂണ്ടിരിക്കുകയാണ്. ഒസിക്ക് പരിപാടി ഇന്ന് ചെസ്റ്റിനുള്ള കളിയാണ്. അപ്പം ഓനക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓന് ചെസ്റ്റിനുള്ള ഞാൻ അവനോട് 15 സെറ്റ് അടിച്ചാണ് വരാൻ പറഞ്ഞു. ഒട്ടുകാണ്ട് അടിച്ച വരുന്ന കോലടപ്പ് കാണിച്ചത് ഉള്ളിലേക്ക് ഏറ്റവും ചെറുത് പോലെ ഇട്ടുകാണ്ട് ചെക്കന് ഉള്ളിൽ ഏറ്റവും ചെറുതിട്ടാണ്ട് അടിച്ചാണ് വന്നു. ആ 15 സെറ്റ്. ഇത് ഇവിടത്തെ ഉണ്ടായി വെച്ചാൽ ഞാനവിടെ പോയിക്കാണ്ട് ഇത് ഭയങ്കര കനയക്കാരെന്ന് വിചാരിച്ചാണ് ഞാനവിടെ പോയിക്കാണ്ട് ഇത് ഫുള്ള് കുറച്ചിക്കാണ്ട് ഇട്ടുകാണ്ട് ഇങ്ങനെ അടിച്ച് ഒരു രക്ഷയില്ല. അത് ഞാൻ എന്നിട്ട് ഒരു പെൻസിൽ പൊക്കണ ഒരു ലാഘവത്തോടെ ഞാനാ പൊക്കിയത്. പിന്നെ ഞാൻ അത് ഫുള്ള് കിട്ടുമോക്കി എത്താൻ മട്ടം അറിയാൻ വേണ്ടി ഫുള്ള് കിട്ടിട്ടു. അതേമാതിരി തന്നെ ചാത്ത ജിമ്മ്. നേരം 12 മണി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോഴും ഇവിടെ ജിമ്മിലാണല്ലോ, വർക്കൗട്ടിലാണല്ലോ. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ചടക്കം പൊട്ടിച്ചാലും മറ്റും മറിച്ചൊക്കെ ഭയങ്കര കലാപരിപാടികളൊക്കെ. ഞങ്ങളിപ്പോഴും ഈ നട്ടപ്പാതിരാക്കി ഇവിടെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇരുമ്പിനെ പ്രണയിച്ചവരാണ് ഞങ്ങൾ, അല്ലേ അസീബ? അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരോടും നിങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യണം. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. അസീബ അതികൂടെ ഒരേ അടിയാണ് ചെറുക്കാൻ. ചെസ്റ്റിനാണ് പറഞ്ഞപ്പോൾ എനിക്ക് ചെസ്റ്റ് ഒന്ന് കൂട്ടണം. എൻ്റെ ഉമ്മാൻ്റെ കൂടെ നടുക്കര തോടൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്താ വെച്ചാൽ ഞങ്ങൾ തോട്ടിക്ക് മറ്റൊരു ചെറിയ മുണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ തോട്ടിക്ക് പോകും. തോട്ടിക്ക് പോയിക്കാണ്ട്
മീനിനെ പിടിച്ചാൻ പോകും. മറ്റേ മീനൊക്കെ ചെറിയ ശരിക്കത്തെ മീനൊക്കെ എന്ന് പറഞ്ഞാൽ വെട്ടിച്ച് പോകും. പൊലമ്പെട്ടിച്ചില്ല, ഞങ്ങളെ വലയിലൊന്നും കുടുങ്ങൂല, വല്ല ഞങ്ങളെ മുണ്ടിലൊന്നും കുടുങ്ങൂല, ഭയങ്കര വെട്ടിച്ചിലാക്കുന്നത്. പിന്നെ പക്ഷേ ഞങ്ങൾക്ക് കിട്ടും മീൻ, വേറെ മീൻ കിട്ടും. അസിത് കേൾക്കണ്ട, ഞങ്ങൾക്ക് വേറെ മീൻ കിട്ടും, ഞങ്ങൾക്ക് കിട്ടണ മീൻ കിട്ടും. ഞാൻ എന്നിട്ട് വലിയ ദമ്മിലൊക്കെ ഞങ്ങൾ പിടിച്ചാൽ നോക്കും. അപ്പോൾ മറ്റോ പറയും അത് തവളാപ്പൂട്ടകളാണ്. ഒരു ഹെലികോപ്റ്ററിൻ്റെ മാരത്തെ മീനുണ്ടല്ലോ, ഹെലികോപ്റ്ററിൻ്റെ മാരത്തെ മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വലിയ കൊടുക്കുന്ന മീൻ ഒരു ഹെലികോപ്റ്ററിൻ്റെ മാരത്തെ മീനാണ്. ഞങ്ങളതൊക്കെ പിടിച്ചിങ്ങനെ മീൻ കിട്ടി പറഞ്ഞ് ഇതാക്കിയാണ്. അമ്മോൻ്റെ മോൻ വന്ന് കണ്ടറിയും ഇത് തവളാപ്പൂട്ടാണ് മണ്ടാളെ. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ മീനാണ് വിചാരിച്ചുകൊണ്ട് വലിയ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കും. ഇത് പിടിച്ചാണ്ട് ഇത് വലിയ സ്പീഡില്ല. ബാക്കിയുള്ള മീനുകളൊക്കെ വന്നാൽ ശരിക്കത്തെ മീനുകളൊക്കെ പറഞ്ഞാൽ പല സ്പീഡിൽ അങ്ങോട്ട് തേളിയൊക്കെ പോകും, തുള്ളി ചാടി തേളിക്കാണ്ടൊക്കെ പോകും, ഭയങ്കര സ്പീഡ്. നേരെ മറിച്ച് ഈ ഹെലികോപ്റ്ററിൻ്റെ അടുത്തൊരു മീനുണ്ട്, അത് മീനല്ല, തവളാപ്പൂട്ടാണ്, തവളൻ്റെ കുട്ടികളാണ്. ഞങ്ങൾക്ക് അറിയില്ലല്ലോ ഇപ്പോൾ അതാണ്. അത് നേരെ വലിയ കിട്ടും. ഞങ്ങൾ മീനാണ് വിചാരിച്ചാൽ നല്ല അതിർപ്പത്തിലൊക്കെ പിടിച്ചാൽ കുപ്പിയിലൊക്കെ ഇട്ടേക്കും എന്താ പറഞ്ഞ മാതിരി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാലം ഞങ്ങൾക്ക് എന്ന് പറയാം. നെക്സ്റ്റ് ആലോചിക്കുമ്പോൾ ഞാൻ ഇപ്പം ചിരിയാണ് വരുന്നത്. വയസ്സായ തവളയാണ്. ഇപ്പം തവളനെ കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന ആളാണ്. അന്നൊക്കെ കയ്യേറ്റ് പിടിച്ചാണ് കുപ്പിയൊക്കെ കെട്ടിക്കും തവളാപ്പൂട്ടൻ. മീനാണെന്ന് പറയും.